എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടാണ് നിലവിൽ ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുക. സ്കൂൾ വൈസ് വേക്കൻസീസ് നിങ്ങൾക്കിവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്കൂൾ വൈസ് വേക്കൻസി MRS എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിന്നും നിങ്ങൾക്ക് വേക്കൻസി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു PDF അതായത് PDF അല്ല, ഈ ഒരു ഭാഗം വരും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ജില്ലാ തലത്തിലല്ല, ഈ ഒരു സംസ്ഥാന തലത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്കൂൾ ഏത് തരത്തിലുള്ളതാണ്, അതായത് ബോയ്സ് ആണോ ഗേൾസ് ആണോ എന്നുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം സീറ്റുകൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറിയിലുള്ള സീറ്റിലും അതുപോലെ തന്നെ SC വിഭാഗക്കാർക്ക് SC ആ ഒരു കാറ്റഗറി സീറ്റിലും അതുപോലെ തന്നെ ST വിദ്യാർത്ഥികൾക്ക് ആ ഒരു ST സീറ്റിലുമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങളുടെ താല്പര്യപ്രകാരം നിങ്ങൾ ഓപ്ഷൻസ് നൽകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു താമസിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താമസിച്ച് പഠിക്കുന്ന സ്കൂളിൽ SC ST അതുപോലെ തന്നെ ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS അല്ല MRS എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാം. MRS എന്ന് പറഞ്ഞാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ എന്നാണ്. അപ്പോൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾ ആ ഒരു ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്ക് വഴി നിങ്ങൾ പുതിയ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഒരു അപേക്ഷ നൽകുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല അതായത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കീമും മറ്റ് ഡീറ്റെയിൽസൊക്കെ നൽകുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ഈ ഒരു SSLC പഠിച്ച ജില്ലയാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ അപേക്ഷിക്കുക. ഇതുവരെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ റിന്യൂ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ അതായത് ഓപ്ഷൻസ് നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.